Hello everybody, I am Dr. Jenny John Cheriyatha. ഇവിടെ എബിൻസിന മെഡിക്കൽ സെൻറ്ററിൻ്റെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് മെഡിക്കൽ ഡയറക്ടറാണ്. ഇന്ന് ഇപ്പം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പിള്ളേരുടെ വെക്കേഷനും തുടങ്ങുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ പിള്ളേരുടെ അകത്ത് കാണുന്നത് ഒക്കെ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് വിത്ത് ഓൾ ഓഫ് യു. ഞാൻ മെയിൻലി 4 ഭാഗത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് കൊച്ചു പിള്ളേർ, ഇൻഫൻസിൻ്റെ അകത്ത് എന്താ പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നത്, പിന്നെ ടോഡ്ലേഴ്സിൽ എന്താ പ്രശ്നങ്ങൾ കാണുന്നത്, പിന്നെ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആൻഡ് ലിറ്റിൽ മോർ ഓൾഡർ ചിൽഡ്രൻ. നമ്മളിപ്പം ഇൻഫൻസിൻ്റെ സംബന്ധിച്ച് ഈ പിള്ളേർ വീട്ടിൽ ഈ ലാസ്റ്റ് 3-4 മന്ത്സ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പം കാണുന്നത് ഒരു വലിയൊരു പ്രശ്നം, സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഒത്തിരി കൂടിയിട്ടുണ്ട്. ആൻഡ് ഒത്തിരി സ്ക്രീൻ ടൈം കൊച്ചു പിള്ളേരുടെ അകത്തും കൂടിയിട്ടുണ്ട്. അവരൊരു 4 to 6 hours, ആക്ച്വലി ആസ് പീഡിയാട്രീഷ്യൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നോട്ട് മോർ ദാൻ 1 hour ഓഫ് സ്ക്രീൻ ടൈമാണ്. പക്ഷേ ഇപ്പം കാണുമ്പം പിള്ളേർ ഓൾമോസ്റ്റ് 8 to 10 hours ഓഫ് സ്ക്രീൻ ടൈം ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് പിള്ളേരുടെ ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയുന്നുണ്ട്. കൊച്ചു പിള്ളേർ ഇങ്ങനെ ഫുൾ ടൈം വീട്ടിൽ ജസ്റ്റ് ടി വിയും മൊബൈലും കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നിട്ട് അവരുടെ സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ശരിയായിട്ട് വരുന്നില്ല. അവരുടെ ഇൻക്രീസ് ഇൻ ടാൻട്രംസ് കണ്ടിട്ടുണ്ട്. അവർ കൂടുതലായിട്ട് കരയും, വാശി പിടിക്കുന്നതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഒരു ലാസ്റ്റ് 3-4 months. ആൻഡ് അത് പാരൻസും ദേ ആർ ഓൾസോ ഹെൽഡ് ഇൻ എ സ്മോൾ ഏരിയ, ദേ കാൺ ഗോ ഔട്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാം. ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനിബഡി എൽസ് ടു റിയലി ഹാവ് എ സപ്പോർട്ട്. ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, ഇൻട്രാക്ഷൻ ഇല്ലാത്തതിൻ്റെ മൂലം പിള്ളേരുടെ അകത്ത് ഈ ഉള്ള പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ബിഹേവിയറൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ ചില സ്മോൾ ടിപ്സ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഗീവ് ഇസ് വൺ, ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ടൈം ഇൻ unnecessary screens, we rather prefer to give the children more of social interaction, like using Skype or other media to interact with their grandparents and other family members. അവർ മറ്റേ ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ത്രൂ സ്ക്രീൻസ് കണ്ടുകൊണ്ടിരുന്നാൽ അവർക്ക് അവരെ മനസ്സിലാകാൻ പറ്റും. ട്രൈ ടു സ്പെൻഡ് മോർ ടൈം വിത്ത് പിക്ചർ ബുക്സ്, കാർട്ടൂൺസ്, യൂസിങ് സ്മോൾ ഹാൻഡ് ഗെയിംസ് റാദർ ദാൻ യൂസിങ് ഗെയിംസ് വിച്ച് ആർ മോർ വിത്ത് കമ്പ്യൂട്ടർ. സോ കൊച്ച് ഒരു പേനയും ഒരു പെൻസിലൊക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കും, അവരിരുന്ന് വരച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് ദെയർ ഗ്രിപ്പ്, ദെയർ creative thinking, their skill development better ആകും. So rather than giving a mobile or a computer, if we give them small games with which they can use their hands and they can use their motor milestones, better ആകും. അതല്ലാതെ ഇപ്പം ടോഡ്ലേഴ്സിൽ കാണുന്ന വലിയൊരു പ്രശ്നം, ബേസിക്കലി ഈ കൊച്ചു പിള്ളേർ, ദ ലിറ്റിൽ ഓൾഡർ കിഡ്സ്, 2 to 4 year old ചിൽഡ്രൻ്റെ അകത്ത് കാണുന്ന മെയിൻ പ്രോബ്ലം, ദീസ് കിഡ്സ് ആർ യൂഷ്വലി സിറ്റിംഗ്, ദേ ആർ വെരി ഫിജറ്റി, അവർ ഇങ്ങോട്ടും അങ്ങോട്ടും ഓടും വീട്ടിൽ. ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇഞ്ചറീസ്, ഹെഡ് ഇഞ്ചറീസ്, ഫോറിൻ ബോഡി ഇഞ്ചക്ഷൻ, ഓരോരോ കൊച്ചു സാധനങ്ങളെടുത്തും മൂക്കിലോട്ടും വായിലോട്ടും ഒക്കെ ഇടുന്ന ഒരു പ്രശ്നം കൂടുതലായിട്ട് ഇപ്പം കാണുന്നുണ്ട്. ദേ ആർ ഹാവിങ് ആക്സിഡൻ്റൽ ഇഞ്ചറീസ്, ചിലപ്പം ബേൺസ്, ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഈ ടോഡ്ലർ ഏജ് ബിറ്റ്വീൻ 2 to 4 year old ചിൽഡ്രൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് ഇപ്പം കാണാൻ പറ്റും. ആസ് എ പ്രിവെൻഷൻ സ്ട്രാറ്റജി നമുക്ക് മെയിൻലി ഈ പിള്ളേരുടെ അകത്ത് വി ഹാവ് ടു സീ വാട്ട് ഈസ് ദെയർ ഇൻ ദ സറൗണ്ടിങ്സ്. ലൈക്ക് ട്രൈ ടു കീപ് ദ കിച്ചൺ ആൻഡ് ദ ബാത്റൂം ഓൾവേസ് ക്ലോസ്ഡ്, ബിക്കോസ് അവിടെ ദേ മേ ജസ്റ്റ് ഗോ ആൻഡ് ഓൺ ദി switches or some things. They may just keep the iron box and other electronic gadgets which can cause burns and all away from the reach of children. And at any given point of time, such things has to be guarded away. Keep certain rooms enclosed wherein you have your heavy duty gadgets separately വെച്ചേര്. And ഒരു small area for playing വീട്ടിൽ ഉണ്ടാക്കി ഇപ്പം വെക്കുന്നത് is a good thing, because and ആ ഒരു സ്പേസിൽ keep as much less furniture as possible so that the children can interact, they can play with their other brothers and sisters, and they are able to spend time more fruitfully. ഇല്ലെങ്കിൽ ഇഞ്ചറീസും ആക്സിഡൻ്റൽ ബേൺസ് ആൻഡ് അതർ
problems ഈ ഒരു ഏജ് ഗ്രൂപ്പ് കൂടുതലായിട്ട് കാണും. So we have to be a little more careful in this case, and we need to be prepared to avoid those calamities in these age group. പിന്നെ സ്കൂൾ ഗോയിങ് ചിൽഡ്രനിൽ കാണുന്ന ഒരു മെയിൻ പ്രോബ്ലം, ദേ ആർ now having all electronic e-learning going on. They are not interacting with their friends, they are not interacting with their classroom mates and other things. They are always in front of gadgets. Earlier we would say screen times, like before ഞാൻ പറഞ്ഞത് ഒരു 1 hour സ്ക്രീൻ ടൈമാണ് നമ്മൾ പിള്ളേരിൻ്റെ അകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് മോർ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പം പീഡിയാട്രിക് ഒബേസിറ്റി ഒത്തിരി കൂടിയിട്ടുണ്ട്. വി ആർ സീയിങ് ചിൽഡ്രൻ ഹാവിങ് ഗെയിൻഡ് അറൗണ്ട് 4 or 5 kilos in hardly 3 months. നോർമലി നമ്മൾ പറയുന്ന ഒരു 1 to 2 kilos in 6 months കൂടേണ്ട പകരം they are increasing double to triple the weight. So we have to control the food, the nutrition, because their activity is far lesser than before. So we have to make sure that we have a regular weight check of these kids. At least very mild physical activity വേണം. Now when the lockdown ഇപ്പം കുറേ we are slowly coming out of lockdown. So പിള്ളേരെ കൊണ്ട് in some time of the day we can go to some open area and spend a little bit of time with the children. But yes, social distancing, putting mask, having always hand sanitizer in our vicinity which we can use very regularly is very much recommended. Because illengi they will be all the time held in the house, and in the house with all the food available all around, it is more easier for them to gain weight at a rapid pace. If we check the weight of the children every 2 to 4 weeks, നമുക്കൊരു ഐഡിയ കിട്ടും അവർ എത്രയും പെട്ടെന്ന് വെയിറ്റ് കൂടുന്നുണ്ട്. ആൻഡ് അക്കോർഡിംഗ്ലി വി ക്യാൻ ടേക്ക് റിക്വയർഡ് നെസസറി സ്റ്റെപ്സ് ടു കൺട്രോൾ വെയിറ്റ് ഗെയിൻ. പിന്നെ കാണുന്നത് ആസ് ദേ ആർ ഓൾ ദ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ്ജറ്റ്സ്, എസ്പെഷ്യലി സ്ക്രീൻസ് ഒത്തിരി കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. സോ ഹെഡേക്ക്, mental problems, not able to sleep properly in the night, having other vague complaints like body pains because they are not going out in sunshine exposure കുറയുന്നതിൻ്റെ മൂലം they would have all this body fatigue and weakness all the time seen. So we always would suggest that in between 15 minutes നമ്മളൊന്ന് എണീച്ച് ഒന്ന് നടക്കുന്നത്, പിള്ളേരുടെ അടുത്തൊരു ജസ്റ്റ് ഒരു getting up, maybe just lifting the hands, doing some hair neck exercises in between their screen times is very important. Closing and opening the eyes maybe 10 to 15 times, maybe every 5-10 minutes is recommended, so that you don't have the eye fatigue. And kayum galum, just try to move, stand and sit. Don't be always sitting in one place for the whole time. Rather improve your posture. നമ്മളൊരു straight posture എപ്പോഴും we should advocate our children to always have that straight posture rather than sleeping and spending time on the bed. Try to sit and spend the time while they are watching the screens. Always the screen should be at the eye distance. താഴോട്ട് നോക്കുന്നതിനെക്കാട്ടിലും we have to have it in the front of our eyes so that they look straight and they have a correct vision. Because the moment you start bending your head and looking continuously towards the gadgets, they would have a lot of this back pain and neck pains. So that should be avoided big time. And as I already said in the past, using social media to interact with your grandparents and other people around, as well as using the right platforms. And the parents' vigil is very important while the children are on these electronic gadgets, because we don't know what they are seeing. So there has to be a continuous monitoring of what they are seeing. Many times they would see web pages which they really don't know how to get into and get out of it, and that in these small minds അവർക്ക് അറിയില്ല എന്താ അവർ കാണുന്നത്, and it could get really a problematic area. So every time keep child restriction locks and apps downloaded in your mobiles and electronics, so that you can monitor these kinds of things. And always ask and sit with the child when he is having his screens. If you could have a very constructive discussion with the child rather than being too much pessimistic and trying to control everything what they watch. We need to involve ourselves while we watch. We ask them, sit with them, play with them, ask them very much in a very coherent way
എന്താ നോക്കുന്നത്, what is the thing, I would want you to watch these kinds of programs, rather than trying to put on to them that you watch these programs. We try to be a little more assertive, not as assertive, but rather try to just give the right advice at the right time. Pinna older children, especially the adolescent age group, we are seeing most of the adolescent children really getting caught inside the house, not able to spend times. In fact, adolescent is an age when പിള്ളേർ കൂടുതൽ they would want to be with their peers. They are really much more comfortable with their peers than their parents. And ഇവിടെ ഇപ്പം ഈ ഒരു ലാസ്റ്റ് 3-4 months പിള്ളേരുടെ മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കാതിരിക്കുമ്പം we need to give them a platform where then they can, like the teams and all, we should give them platforms where they can actually talk to their friends over the mobiles or over the laptops, and have some quality time spending with these friends. In between, if they go out for play for some time, small play groups are always advisable. But again, as I said in the past, social distancing is very much important. We have to get over the COVID crisis. We are slowly coming out of this space. We need to make sure that our children are safe, and we also need to remain safe. So the 3 important pillars have to always be kept in mind. That is the social distancing, 6 feet distance, the mask application, always put the mask correctly and make sure anybody in your vicinity puts the mask correctly. And the third, which is equally important, is sanitizing. If we have water, if you have soap, use soap and water and wash your hands for 20 to 40 seconds and make it a practice to do it as regularly as possible. If you don't have water or soap available and you are in an outside place, use sanitizer. Carry a small hand sanitizer with you, which you can use regularly. Let's fight the corona crisis. Let us come out of this and be successful in keeping our mental health. Let us fight this virus, and let us come out of this corona crisis keeping our mental health and our physical health in control. Thank you, and let us all be safe.